വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോ ഒരു ബേക്കിംഗ് സെഷനാണ്. നമ്മളിന്ന് ചെയ്യുന്നത് ബനാന ബ്രെഡ്. വളരെ ടേസ്റ്റി ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഈ ബനാന ബ്രെഡ് എന്ന് പറഞ്ഞൊരു കേക്കാണ്. നമ്മൾ ബ്രെഡ് ലോഫിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബനാന ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് മൈദ ഒന്ന് ഇടഞ്ഞു വെക്കാം. മൈദയിലേക്ക് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദ, 180 ഗ്രാം വരും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇടഞ്ഞെടുക്കുക, അരിപ്പയിലിട്ട് തള്ളിയെടുക്കുക. ഇത് മാറ്റി വെക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ മുട്ട സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. യോക്ക് നമുക്ക് മാറ്റി വെക്കാം. ഈ എഗ് വൈറ്റ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ ബോൾ നല്ല ക്ലീൻ ആയിരിക്കണം. ഒട്ടും എണ്ണമയമോ വെള്ളത്തിൻ്റെ മയമോ കാണാൻ പാടില്ല. എന്നാലേ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടു എഗ് വൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കമത്തിയാൽ വീഴാത്തൊരു വരും. ഈ ഒരു സ്റ്റിഫ് സ്റ്റേജ് ആകുന്ന വരെ ബീറ്റ് ചെയ്യുക. അടുത്തായിട്ട് വേറൊരു ബോൾ എടുക്കാം. ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ, അരക്കപ്പ് ബ്രൗൺ ഷുഗർ ഇല്ല എങ്കിൽ നോർമൽ ഗ്രാനുലേറ്റഡ് ഷുഗർ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷുഗർ ഫുള്ളി ഡിസോൾവ് ആകത്തില്ല, നമ്മൾ ഗ്രാജുവലി ആയിക്കോളും. ഇതിലേക്ക് 2 മുട്ടയുടെ ഉണ്ണി, വാനില എസൻസ് 1 ടീസ്പൂൺ, ഒരു നുള്ളുപ്പ്, കൂടാതെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതോടെ കൂടെ ചേർക്കാം. നന്നായിട്ടൊന്നുകൂടെ ക്രീം ചെയ്യുക. ഇതിലേക്ക് 1/4 കപ്പ് തൈര്. റൂം ടെമ്പറേച്ചറിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണം എടുക്കാൻ. 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാൽ. ഒന്നുകൂടെ ക്രീം ചെയ്യുക. നമ്മുടെ ഈ കേക്കിൻ്റെ മെയിൻ ഫ്ലേവർ ബനാനാസാണ്. പഴം, റോബസ്റ്റ പഴമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 തൊട്ട് 3 പഴം വരെ ഉപയോഗിക്കാം. നല്ല പഴുത്ത പഴം ഉപയോഗിക്കാം. പഴുത്തിച്ചിട്ട് അളിയാൻ തുടങ്ങിയാണെങ്കിലും പ്രോബ്ലം ഇല്ല. നന്നായിട്ട് സ്കിന്നൊക്കെ ബ്ലാക്ക് ആയാലും പ്രോബ്ലം ഇല്ല. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു 2.5 പഴം എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക. ഈ മിക്സർ ഈ ബട്ടർ ആൻഡ് മിൽക്ക് മിക്സറിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്യുക. ഈ പഴത്തിൻ്റെ മിക്സർ ബട്ടറിലേക്ക് വരുമ്പോൾ ചിലപ്പം പിരിയുന്ന പോലെ വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് മൈദയും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ബാക്കിയുള്ള മൈദയും കൂടെ ചേർക്കാം. ലോ സ്പീഡിലിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് ആകുന്ന വരെ, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
ഓക്കെ, വളരെ ലൈറ്റായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി മിക്സ്ഡ് അല്ല. ഇനിയും സ്പാറ്റില വെച്ച് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നല്ല ഒരു എല്ലാം നന്നായിട്ട് കമ്പൈൻഡായി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് നമുക്കിനി മുട്ടയുടെ വെള്ള ചേർക്കാനുണ്ട്, കുറച്ച് വാൾനട്ട്സ് ചേർക്കാനുണ്ട്. എഗ് വൈറ്റ് ചേർക്കാം. ഈ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വാൾനട്ട്സ് ഉണ്ടെങ്കിൽ വാൾനട്ട്സ് ഇടാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇവിടെ ഫോൾഡ് ചെയ്യുക. നല്ല മോയിസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കായി ബനാന കേക്ക്. എഗ് വൈറ്റ് മിക്സ്ചർ നന്നായിട്ട് ഫോൾഡും ചെയ്തു. ഇനി നമുക്കൊരു ബ്രെഡ് ലോഫ് ടിന്നിലേക്ക് ഇത് ഒഴിക്കാം, ബാറ്റർ ഒഴിക്കാം. ബ്രെഡ് ലോഫ് ടിൻ നന്നായിട്ടൊന്ന് ബട്ടർ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെക്കുക, എടുക്കാനുള്ള എളുപ്പത്തിന്. നിർബന്ധമില്ല, ബട്ടർ പേപ്പർ വെക്കുന്നില്ലെങ്കിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്താൽ മതിയാവും. കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. കേക്ക് മിക്സിങ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അവൻ പ്രീഹീറ്റ് ചെയ്തിടുക. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിടുക. ഒരു 10 മിനിറ്റെങ്കിലും വേണം പ്രീഹീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം. അപ്പോൾ ഇത് ചൂടായ അവനിൽ വെച്ചിട്ട് 30-35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബനാന ബ്രെഡ് അവനിലിരിക്കാൻ തുടങ്ങിയിട്ട് 30-35 മിനിറ്റ്സോളായി. ചെക്ക് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുക്ക്ഡായി. ചെക്ക് ചെയ്യണമെങ്കിൽ ബാംബൂ സ്ക്യൂവേഴ്സ് പ്രസ് ചെയ്യുക, പ്രിക്ക് ചെയ്ത് നോക്കുക. അപ്പം ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കുക്ക്ഡായിട്ടുണ്ടാവും. ഈ ബനാന ബ്രെഡ് കൂളാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബനാന ബ്രെഡ് അത്യാവശ്യം കൂളായി. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ലോഫ് ടിന്നിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ബനാന ബ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേക്ക് ടിന്നിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. ബനാന ബ്രെഡ് നമുക്ക് ഇനി സ്ലൈസ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് ബനാന ബ്രെഡ്. കഴിയുന്നതും ചൂട് ഫുൾ പോയ ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബനാന ബ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്, വളരെ സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റായിട്ടുള്ള കേക്കാണ്. നമ്മൾ കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് വാൾനട്ട്സിൻ്റെ ഒരു ബൈറ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പ്ലസ് ഇതിനകത്ത് നല്ല ബനാനയുടെ ഭയങ്കര സ്ട്രോങ് ഫ്ലേവറുമാണ് ഈ കേക്കിന്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ബനാനയുടെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.